ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻറ്റിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു CMD കൺസോളിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണിക്കും. അതായത് നമ്മുടെ ഹോസ്റ്റിംഗ് സൈറ്റും അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മുടെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു URL ആണ്. ഓക്കെ, അതായത് ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് 5214 അതാണ് നമുക്ക് ഇവിടെ CMDയിൽ കാണിക്കുന്നത്. 5214 എന്ന് പറയുന്നത് റാൻഡം പോർട്ട് നമ്പറാണ്, അല്ലെങ്കിൽ അത് ഡീഫോൾട്ട് പോർട്ട് നമ്പറാണ് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ അറിയുമെന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഈ പോർട്ട് നമ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഞ്ച് സെറ്റിങ്സിനകത്ത്, ഇവിടെ പ്രോപ്പർട്ടീസിനകത്ത് ലോഞ്ച് സെറ്റിങ്സ് ഉണ്ട്. ആ ലോഞ്ച് സെറ്റിങ്സിനകത്താണ് നമുക്കിവിടെ ആപ്ലിക്കേഷൻ URL നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് IIS സെറ്റിങ്സിന് വേണ്ടിയുള്ളൊരു സാധനമാണ്. IIS എക്സ്പ്രസ്സിൽ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ടുള്ളൊരു പോർട്ട് നമ്പറാണ് നമുക്കിത് തരുന്നത്. ഇത് നമ്മളെ പ്രൊഫൈൽസിനകത്ത് നമ്മൾ HTTP റൺ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ URL ആണ് നമുക്കിത് തരുന്നത്. നമുക്കിത് ഏത് പോർട്ട് നമ്പർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ലോഞ്ച് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാം, കോൺഫിഗറും ചെയ്യാം. സോ ഈ പ്രോജക്റ്റിൽ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, തൽക്കാലം നമ്മളിങ്ങനെ പോകുന്നതാണ്. ഓക്കെ, ഡീഫോൾട്ട് സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ പോകാം. ഇനി നമുക്ക് എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ എൻറ്റിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ഡേറ്റാബേസ് ആയിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ .NET കോറിനകത്ത് നമുക്ക് MVC ഉണ്ട്. ഓക്കെ, മോഡൽ വ്യൂ കൺട്രോളർ വളരെ പോപ്പുലറായുള്ളൊരു സാധനമാണ്. അത് ഏറ്റവും കൂടുതലും പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഒറ്റ പ്രോജക്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. മോഡൽ എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്, വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ആൻഡ് സൈഡും, കൺട്രോളർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ മോഡലും വ്യൂവും തമ്മിലുള്ള മാപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയും കൺട്രോളർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ MVC അല്ലേ യൂസ് ചെയ്യുന്നത്, നമ്മളിവിടെ API ആണോ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മോഡലായിരിക്കും പേര് കൊടുക്കുന്നത്, പക്ഷേ നമ്മളിവിടെ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞായിരിക്കും നെയിം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ Angular.NET Core ആണ് നമ്മളിവിടെ നമ്മുടെ സൊല്യൂഷൻ നെയിം. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാനിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ആഡ് എന്ന് പറയുന്നത് ന്യൂ ഫോൾഡർ. ഇവിടെ നമ്മൾ മോഡൽസ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഞാനിവിടെ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് ഇടാം തൽക്കാലം. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിൽ കൊടുക്കാം, ഒരു മീനിങ് ഫുൾ നെയിം ആയിരിക്കണം. ഞാൻ ഇവിടെ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് ഇട്ടു. ഇവിടെ നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഒരു കൺട്രോളർ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്ന് വരും, അല്ലെങ്കിൽ ഫോൾഡർ വന്ന് ക്രിയേറ്റ് ചെയ്ത് വീഴും. ഓക്കെ, അപ്പോൾ ഈ എൻറ്റിറ്റീസ് ഫോൾഡറിനകത്ത് ഞാനിവിടെ പുതിയൊരു ക്ലാസ് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ആഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ന്യൂ ഐറ്റം ഉണ്ട്, കൺട്രോളറുണ്ട്. അപ്പം ഞാനിവിടെ ന്യൂ ഐറ്റം കൊടുക്കുകയാണ്. ന്യൂ ഐറ്റമിൽ ഞാനിവിടെ എന്താ പറയുക, നെയിം എന്ന് പറയുന്നത് യൂസർ ഡീറ്റെയിൽസ്. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ക്ലാസ് വന്ന് വീഴും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നെയിം സ്പേസ് ഉണ്ട്, അതുപോലെ അതിൻ്റെ അകത്തൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണത്തില്ല. അതായത് .entities കാണത്തില്ല. ഇങ്ങനെ Angular.NET Core മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നെയിംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് നെയിംസ് ആണ്. നെയിംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ കൊടുക്കുന്ന Angular.NET Core എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് നെയിമാണ്. ഡോട്ട് കഴിഞ്ഞിട്ട് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഫോൾഡർ നെയിമാണ്. ഓക്കെ, ഇതൊരു എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കാണത്തില്ലായിരിക്കും, പക്ഷെ അങ്ങനെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. സോ നെയിം നിങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രോളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേജ് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ നെയിം എല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ പബ്ലിക് ക്ലാസ് യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഫയൽ നെയിം എന്താണോ ആ ഫയൽ നെയിം വെച്ച് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. ഓക്കെ, യൂസർ ഡീറ്റെയിൽസ് ക്ലാസ്സിനകത്ത് ഞാനൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. ഞാനിവിടെ പ്രോപ്പ് എന്ന് പറഞ്ഞാൽ
നമുക്ക് ഇവിടെ ഒരു കോഡ് സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞ് വരും. അത് ആക്ച്വലി ഒരു ഇൻബിൽഡ് ഉള്ള സാധനമാണ്. വിഷ്വൽ സ്റ്റുഡിയോനകത്ത് വരുന്ന ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് കട്ടാണ്. നമ്മൾ പ്രോപ്പ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിൻടാക്സ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്നിപ്പെറ്റ് കിട്ടും. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇവിടെ പബ്ലിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി, ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി, ഈ മൈ പ്രോപ്പർട്ടി എല്ലാ പേജിലും കിട്ടണം. അതിനാണ് നമ്മൾ പബ്ലിക്കായിട്ട് കൊടുക്കണം. 3 ടൈപ്പായിട്ട് യൂസ് ചെയ്യാം. പബ്ലിക് കൊടുക്കാം, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടും കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ കൊടുക്കാം, ഇൻറ്റേർണലായിട്ടും കൊടുക്കാം. പക്ഷെ നമ്മുടെ എൻറ്റിറ്റി ആയതുകൊണ്ട് നമ്മൾ പബ്ലിക്ക് കൊടുക്കാവുള്ളൂ. കാരണം നമുക്ക് ഇത് എല്ലാ പേജിലും നമുക്ക് യൂസ് ചെയ്യണം. നമ്മളിവിടെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേജിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറെ പേജിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് യൂസ് ചെയ്യണം, ബിക്കോസ് വി ആർ യൂസിങ് എൻറ്റിറ്റി. രണ്ടാമത്തത് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടൈപ്പാണ്. ഇൻറ്റിജർ ആവാം, സ്ട്രിങ് ആവാം, ബൂളിയൻ ആവാം. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ എന്ന് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ മൈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് നെയിം വേണം കൊടുക്കാം. ഞാൻ ഇതിവിടെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ID ആണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു യൂസർ ആപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് യൂസർ ഡീറ്റെയിൽസിൻ്റെ ആദ്യം വേണ്ടത് ഒരു ID വേണം. ID എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യുണീക്ക് ID ആയിരിക്കും. പിന്നെ നമുക്ക് ഗെറ്റും സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ID നമുക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനുള്ള ആക്സസിബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ് റീഡ് മാത്രമേ ഉള്ളൂ. സെറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ആണ്. സോ റീഡ് ആൻഡ് റൈറ്റ് ഫങ്ഷണാലിറ്റി ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് കണ്ടോ ഓട്ടോമാറ്റിക്കലി ഇവിടെ പബ്ലിക് സ്ട്രിംഗ് നെയിം എന്ന് പറഞ്ഞു കൊടുത്ത് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വേണം പബ്ലിക് സ്ട്രിങ്, നമുക്ക് യൂസർ നെയിം. ഓക്കെ, യൂസർ ഡീറ്റെയിൽസിൽ നമുക്ക് ID വേണം, യൂസർ നെയിം വേണം. അപ്പോൾ ഇവിടെ ഞാൻ നെയിം മാറ്റിയിട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യും. ഇവിടെ ഞാൻ യൂസറിന് U ക്യാപ്സും നെയിമിന് N ക്യാപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ C# സാധാരണ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു 2 വേർഡ് പോലെ, ഇപ്പോൾ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ E ക്യാപ്സും A ക്യാപ്സ് ആക്കിയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ C# നോർമലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെയിംസ് ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ യൂസർ നെയിമും ഇപ്പോൾ U ക്യാപ്സും N സ്മോളും പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു യൂസർ നെയിം കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഡിഫറൻസ് ആണ്. കാരണം N ക്യാപ്സും ഇവിടെ N സ്മോളും. ഒന്നാമത്തെ കാര്യം C# കേസ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഈ യൂസർ നെയിമും ഇവിടുത്തെ N സ്മോൾ ക്യാപ്സ് ഉള്ള യൂസർ നെയിമും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ യൂസർ നെയിമിനകത്ത് ഇവിടെ താഴെ ഒരു അണ്ടർലൈൻ കാണിക്കുന്നു. ഇതിനകത്ത് നോക്കിയാണ് നോൺ നള്ളബിൾ പ്രോപ്പർട്ടി യൂസർ നെയിം മസ്റ്റ് കണ്ടെയ്ൻ എ നോൺ നൾ വാല്യൂ വെൻ എക്സിറ്റിംഗ് കൺസ്ട്രക്ടർ. ഇവിടെ ഈ ഒരു അണ്ടർലൈൻ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു നൾ വാല്യൂ ആണ്. ഇവിടെ നോൺ നൾ വാല്യൂ വേണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോൺ നള്ള് മാറ്റാനായിട്ട്, നോൺ നൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഓക്കെ, യൂസർ ഈക്വൽ ടു empty, അതായത് ഡീഫോൾട്ട് യൂസർ നെയിം empty ആയിരിക്കും. ഇപ്പോൾ വേണ്ട, ഇവിടെ ഒരു അണ്ടർലൈന് കാണുന്നില്ല. ഈ emptyക്ക് പകരം നമ്മളിവിടെ സ്ട്രിങ് ഡോട്ട് empty, ഇത് രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ഡബിൾ കോട്ട്സ് empty ആയാലും ഈ സ്ട്രിങ് ഡോട്ട് empty കൊടുത്താലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, C# ഒരു പ്രോപ്പർട്ടിയാണ് അങ്ങനെ. സ്ട്രിങ് ഡോട്ട് empty എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിൻ്റെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. റിക്വയർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസർ നെയിം ഇവിടുത്തെ അണ്ടർലൈനങ്ങ് മറിയും. സോ ഇറ്റ് ഈസ് എ നോൺ നൾ വാല്യൂ. ഓക്കെ, അപ്പോൾ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എന്തായാലും കൊടുത്തേ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ പേജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു യൂസർ നെയിം റിക്വയർഡ്, അതായത് മാൻഡറ്ററി ആണ് ഈ ഒരു വാല്യൂ കൊടുക്കണമെന്ന്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ റിക്വയർഡ് എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എല്ലാം സേവ് ചെയ്യുക.
പിന്നെ നമുക്ക് ഈ ഇങ്ങനെ അണ്ടർലൈൻ വരാനുള്ള കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഞാനിവിടെ വാർണിംഗ്, ഇപ്പം നേരത്തെ ഈ ഒരു വാർണിംഗ് കാണിക്കുന്നില്ലേ, ഈ വാർണിംഗ് കാണിക്കുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലർ .NET കോർ ഈ ഒരു പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നള്ളബിൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിക്കകത്ത് എനേബിൾ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നള്ളബിൾ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എനേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എനേബിൾ മാറ്റിയിട്ട് ഡിസേബിൾ ആക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ആ അണ്ടർലൈൻ അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ നള്ള് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞ നള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അക്സെപ്റ്റ് ആവും. ഓക്കെ, സോ ഈ നൾ വാല്യൂ നമ്മൾ ഇപ്പോൾ സ്ട്രിങ്ങിനാണെങ്കിൽ നൾ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാനിത് മാറ്റിയിട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നെയിംസും കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു സംഭവം, ഈ ഒരു റെഫറൻസ് ആയിരിക്കും നമ്മൾ, ഈ ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ വേറെ പേജിലും യൂസ് ചെയ്യുന്നത്. ഓക്കെ,